ഗോതമ്പ് പൊടി വെച്ചിട്ട് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റും. ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട, വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആട്ടയൊന്നും ചേരാത്ത പ്യുവർ ആയിട്ടുള്ള വീറ്റ് പൗഡർ വേണം നോക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ഇനി എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഒരു 1/2 കപ്പൊക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ വെള്ളം നമുക്ക് നോക്കി ചേർത്ത് കൊടുക്കാം, ഒരുപാട് കൂടി പോകരുത്, കുറേശ്ശെ നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഭയങ്കര ടൈറ്റായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മളെ പലഹാരം ഭയങ്കര ഹാർഡായി പോകും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ അതുപോലെ വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിത് ബോളുകളാക്കി മാറ്റി വെക്കുന്നതാണ്, അപ്പോൾ ഉരുട്ടാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ഹാർഡാവാതെ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ അരിപ്പൊടിയേക്കാളും ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇത് ബോളുകളാക്കി മാറ്റാം. അപ്പോൾ നമുക്കിത് 2 കൈയിലും എണ്ണ പുരട്ടിയതിന് ശേഷം നല്ലപോലെ ഇത് ബോളുകളാക്കി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ, ക്രാക്കൊന്നും ഇല്ലാണ്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കണം. അതുപോലെ ചെറിയ സൈസിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കിത് ഒന്നിക്കിൽ ആവിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ സൈസിലാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ അരിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആവിക്ക് വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ആവിക്ക് വേവുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വെള്ളത്തിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു ഉരുളിയിൽ ഞാനിതാ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് നല്ലോണം തന്നെ നമ്മൾ വെക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ഉരുട്ടി വെച്ചത് ഓരോന്നും നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബോളുകളും ഇതാ ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിതൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല. ഗോതമ്പ് പൊടിയൊക്കെ കയ്യിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് വെന്തതിന് ശേഷം മാത്രമേ കയ്യിലിടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 15-20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ബോളുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഒന്ന് വെള്ളത്തിന് മേലേക്ക് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഇത് റെഡി ആയി എന്നാണ് അർത്ഥം. ഈ ഒരു സമയത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനിയെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് സാധാരണ ഇതുപോലെ ചെറിയ ചെറിയ കുഴക്കട്ടകൾ ഉണ്ടാക്കില്ലേ, അത് നമ്മൾ വെള്ളത്തിൽ വേവിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതിന് വെള്ളം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി നമ്മൾ കുഴക്കുമ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ വെള്ളം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ ചെയ്യുമ്പോഴൊന്ന് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. പഴയകാലത്ത് നമ്മൾ എല്ലാവരും അങ്ങനെ കുഴക്കട്ട വേവിച്ച വെള്ളമൊക്കെ കുടിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് ഞാനൊരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം. പക്ഷേങ്കിൽ ആവിക്ക് വെച്ച് വേവിക്കുമ്പോൾ ഒന്ന് ഒട്ടിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ആവിക്ക് വെച്ച് വേവിക്കുന്നതാണെങ്കിലും നിങ്ങൾ ആ ഒരു നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുന്നത് ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഞാനിത് വെന്തിനൊന്നൊന്ന് നോക്കുന്നുണ്ട്. കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് ഒന്ന് വാങ്ങണം. അപ്പോൾ ഞാനിത് ആ ഒരു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റാട്ടോ ചെയ്യുന്നത്. ഒരു അരിപ്പക്കയിലോ അല്ലെങ്കിൽ ഒരു കയ്യിലോ വെച്ചിട്ട് നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ നമ്മളിതാ എല്ലാം ഈ ഒരു വെള്ളത്തിൽ നിന്ന് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ആ വെള്ളം ഞാൻ കളയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി സെയിം നമ്മൾ ആ ഒരു ഉരുളി തന്നെയാണ് കേട്ടോ വെച്ചത്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് അധികം നിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരിത്തിരി കടുക് ചേർത്ത് കൊടുക്കാം.
കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1-2 വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഇത്തിരി എരിവ് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി തന്നെ കേട്ടോ, അതുകൊണ്ട് മാത്രം ചേർക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 1-2 വെളുത്തുള്ളി ഒന്ന് ചതച്ചതും പിന്നെ ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഈ ഒരു ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് എരിവുണ്ടായി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ചൊരു മധുരം ഉണ്ട് എന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു മധുരത്തോടു കൂടി കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയും പച്ചമുളകും വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി, സവാള, പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രം മതിയാകും. അപ്പോൾ അതെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെച്ച കൊഴുക്കട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ രാവിലെയൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് കൂടിയാണ്. ഇനിയിപ്പോൾ ഡിന്നറിനും നമുക്കിത് കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ അതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും തേങ്ങ നിർബന്ധമൊന്നുമില്ല, നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടി കുഴക്കുമ്പോൾ ചേർത്തതാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ആ ഒരു പുറത്ത് ഇങ്ങനെ തേങ്ങ കിടക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, അതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടും നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ, ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ അരിപ്പൊടിയേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടാട്ടോ ചെയ്തിട്ട് തോന്നിയത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു ചേർത്ത ചേരുവകളൊക്കെ ഈ ഒരു കൊഴുക്കട്ടയിൽ പിടിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ ഒരുപോലെയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ പിള്ളേർക്ക് മടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്